സോഷ്യലൈസ് ചെയ്യാനുള്ള കുറച്ച് വഴികളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. നമ്മുടെ വീട്ടുകാരോട്, അയൽപക്കക്കാരോട്, പിന്നെ നമ്മളൊരു ചെറിയ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, സംസാരം തുടങ്ങേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഒന്നാമതായി, പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങുക. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല, അത് നമ്മൾക്ക് വേണ്ടിയിട്ട് കൂടി കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മസിലുകളൊക്കെ ഒന്ന് റിലാക്സ് ആകും. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടും. നിങ്ങൾ ഒരുപാട് ടെൻഷനായി ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് നോക്കൂ. ചുമ്മാതെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിനൊരു സമാധാനം കിട്ടിയതായി. അപ്പോൾ നമ്മൾ എത്ര വിഷമിച്ചിരിക്കുന്ന സമയത്തും ഒരു ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. ഈ പുഞ്ചിരി എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് ചിരിക്കുക എന്നല്ല, ജസ്റ്റ് നിങ്ങളുടെ ചുണ്ടുകളൊന്ന് വിടർത്തിയാൽ മാത്രം മതി. ടെൻഷനുള്ള സമയത്ത് നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ശ്വാസം കൂടി പുറത്തേക്ക് വരും. അപ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസവും തോന്നുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടെൻഷനിലാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഒന്ന് പുഞ്ചിരിക്കൂ. നിങ്ങൾക്ക് തോന്നിയില്ലേ ആ ഒരു ആശ്വാസം? ഒരാൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ പോകുമ്പോൾ, ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോകുമ്പോൾ, അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ മസിലുകൾ തീർച്ചയായും റിലാക്സ് ആകും. രണ്ടാമത്തെ കാര്യം, ചെറിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ചെറിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മാത്രം സംസാരം തുടങ്ങുക. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ആദ്യം തന്നെ ആൾക്കാരുടെ ഇടയിൽ പറയാതിരിക്കുക. നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതുവരെ അവർ സംസാരിച്ചിരുന്ന ആ വിഷയം മാറ്റി മറ്റൊരു വിഷയത്തിലേക്ക് അവരെ മാറ്റാനുള്ള ഒരു കഴിവ് ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിൽ ടെൻഷനുള്ള ഒരു വ്യക്തി സംസാരിച്ചു തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുക. സുഖമാണോ, എന്തുണ്ട് വിശേഷം, ഇങ്ങനെ നൈസായി ചോദിക്കുക. നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ വലിച്ചു നീട്ടാതെ ചെറിയ രീതിയിൽ മറുപടി നൽകുക. മൂന്നാമത്തെ പോയിൻ്റ്, എല്ലാ ദിവസവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ കേൾക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. നാലാമത്തെ പോയിൻ്റ്, നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ കാണുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ആവാം. കൂട്ടുകാരാകാം, അയൽപക്കക്കാരാകാം. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. അവയെ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം കൂടെ താമസിക്കുന്ന ഒരാളാണ് നെഗറ്റീവ് എങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ രീതികളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അഞ്ചാമത്തെ പോയിൻ്റ്, ഊഹിച്ച് പറച്ചിൽ ഒഴിവാക്കുക. അവനായിരിക്കും ഇങ്ങനെ ചെയ്തത്, അവൻ ശരിയല്ല, അവൾ ശരിയല്ല, അവൻ ഇതുകൊണ്ടാകും വരാതിരുന്നത്, ഇങ്ങനെയൊക്കെ ഊഹിച്ച് പറയാറില്ലേ നമ്മൾ? അതൊഴിവാക്കുക. അത് നമ്മൾ ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ ഊഹിക്കൽ ഒഴിവാക്കുക. ഊഹിച്ച് സംസാരിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് അങ്ങനെ പറയുമോ, ഇങ്ങനെ പറയുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷനായിരിക്കും. ഇപ്പോൾ ഞാനൊരു കൂട്ടത്തിൽ നിന്നും മാറിക്കഴിയുമ്പോൾ എന്നോട് ചിരിച്ച് സംസാരിച്ചവർ പിന്നെ എൻ്റെ കുറ്റം പറയുമോ, കളിയാക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളായിട്ട് ആ ശീലം ഒഴിവാക്കുക. നമ്മൾ ആരെക്കുറിച്ച്
ദുഷിച്ച് സംസാരിക്കാതിരിക്കുക. നമ്മൾ ആരെക്കുറിച്ചും ഇങ്ങനൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ടെൻഷനും ചിന്തകളും ഒന്നും വരില്ല. നമ്മൾ അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഊഹിച്ചൊക്കെ പറയാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നമായിട്ട് വരുന്നത്. കൂട്ടത്തിലുള്ളവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടണം എന്നില്ല. അതായത് നല്ല വ്യക്തികളാണ് ആ കൂട്ടത്തിലുള്ളതെങ്കിൽ തീർച്ചയായും അവർക്ക് ഇങ്ങനെയുള്ള ഊഹിച്ചുള്ള സംസാരം, നെഗറ്റീവ് പറച്ചിൽ ഒന്നും ഇഷ്ടപ്പെടില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതുപോലെയുള്ള നെഗറ്റീവ് ഒഴിവാക്കുക. ഊഹിച്ച് പറയുന്നവർക്കിടയിൽ നിന്നും മാറിയാൽ അവർ നമ്മളെക്കുറിച്ചും ഊഹിച്ച് പറയും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് പറയുന്നവരുമായി കൂട്ടുകൂടുക. 6ാമത്തെ പോയിൻ്റ്, ആൾക്കാരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കല്യാണം, മറ്റ് ചെറിയ പാർട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൂടുതലായി പങ്കെടുക്കാൻ അവസരം കിട്ടാത്തവർ ധാരാളമുണ്ട്. അവർ നല്ല നല്ല ഗ്രൂപ്പുകളിൽ അംഗമാകുക, ആൾക്കാരുമായി സംവദിക്കുക. അങ്ങനെ ആൾക്കാരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൂടുതലായി കണ്ടെത്താൻ ശ്രമിക്കുക. 7. ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. സ്വയം പിന്നിലേക്ക് പോകാതെ എന്നെക്കൊണ്ട് സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന രീതിയിൽ ആത്മധൈര്യം വളർത്തിയെടുക്കുക. 8. കണ്ണിൽ നോക്കി സംസാരിക്കുക. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെ നിലത്തും ആകാശത്തും മറ്റും നോക്കി സംസാരിക്കാതെ അവരുടെ കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശീലിക്കുക. 9. ശ്രദ്ധയോടെ കേൾക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക. അവർ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്കിടെ മൂളലുകൾ മറുപടിയായി കൊടുക്കുക. അതായത് അവർ സംസാരിക്കുമ്പോൾ അതെ, അങ്ങനാണോ, ഓ ശരി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കേൾവിക്കാരനാവുക. ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അവർ പറയുന്നത് എങ്കിൽ കുറേ കേട്ടിട്ട് എനിക്ക് ഈ സംസാരം തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാവുക. 10. ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കുക. അവരെ പേരെടുത്ത് വിളിക്കുക. എല്ലാവരെയും പരിഗണിക്കുക. അവരുടെ പേരെടുത്ത് പറയുമ്പോൾ അവരെയും നമ്മൾ അംഗീകരിക്കുന്നു എന്ന് അവർക്കൊരു തോന്നൽ വരും. അവർ ആഗ്രഹിക്കുന്നതും അതാണ്. പക്ഷേ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അതേ കൂട്ടത്തിലുള്ളവരെ ഒരിക്കലും കളിയാക്കിയോ പരിഹസിച്ചോ പറയരുത്. നമ്മൾ വെറുതെ തമാശയ്ക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ചിലപ്പോൾ കളിയാക്കി അല്ലെങ്കിൽ ഇരട്ടപ്പേര് പറഞ്ഞ് നമ്മളൊരുമാതിരി പരിഹാസം പറയാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ചെയ്യരുത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാകും. അങ്ങനെ ഒരാളെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല. 11ാമത്തെ പോയിൻ്റ്, വസ്ത്രധാരണം. മാന്യമായി വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ 5000-ൻ്റെയോ 10,000-ൻ്റെയോ 2,000-ൻ്റെയോ 3,000 ആ രീതിയിലുള്ള വില കൂടിയ വസ്ത്രം ധരിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ഉള്ള വസ്ത്രം നന്നായി അലക്കി തേച്ച് അത് മാന്യമായിട്ട് ധരിക്കുക. 12ാമത്തെ പോയിൻ്റ്, ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. ചിന്തയും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതൊന്നും ആകണമെന്നില്ല നടക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ചിന്തിക്കും. പക്ഷേ സത്യത്തിൽ അതൊന്നും നടന്നെന്ന് വരില്ല. അതുകൊണ്ട് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. കുറച്ച് ചിന്തിക്കുക. അതിനുശേഷം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് അർത്ഥമില്ല. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ പ്രവൃത്തിയിൽ എത്തിച്ചാൽ മാത്രമേ അത് ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. ചിന്തിക്കണം, ചിന്തിക്കണ്ട എന്ന് പറയണ്ട. നമ്മൾ അത്യാവശ്യം ചിന്തിക്കുക. അതിനനുസരിച്ച് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് വിജയത്തിലെത്തൂ. അതിനുവേണ്ടി ശ്രമിക്കുക. 13ാമത്തെ പോയിൻ്റ്, നിങ്ങൾക്ക് കൂട്ട് നിങ്ങൾ മാത്രം. തനിച്ചിരിക്കുമ്പോഴും ബോറടിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ തന്നെ സുഹൃത്താവുക. സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക. നമ്മളെക്കുറിച്ച് നമ്മൾക്കുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റുക. എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നുള്ള ആ മൈൻഡ് മാറ്റിയെടുക്കുക. നമ്മൾ പോകുന്ന വഴിയെ ആ വഴി നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിച്ചേരൂ.
ഓരോ നിമിഷവും സന്തോഷിക്കുക. എല്ലാ കാര്യത്തിലും നന്മ കണ്ടെത്തുക. എത്ര മോശമായ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവിതത്തിൽ നല്ലതേ വരൂ എന്ന ചിന്ത നിങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങളിലുള്ള നെഗറ്റീവ് നിങ്ങൾ തന്നെ കണ്ടെത്തി അത് മാറ്റിയെടുക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന രീതിയിൽ നിങ്ങളത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. നല്ല വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.